അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. എന്നും ഒരുപോലെ പറഞ്ഞ് നിങ്ങളാരും ഞാൻ വെറുപ്പിക്കണില്ല. അന്ന് ഞാൻ മക്കൾക്ക് എല്ലാം കൊണ്ടും സർപ്രൈസ് ഒരുക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ പെരയിലുണ്ടാകുമ്പോൾ കുറേ പറയുമ്പോൾ നമ്മളമ്മമാർക്ക് ഒരു ഇടങ്ങറാണല്ലോ. നമ്മളോടാണ് പോലെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക. അങ്ങനെ ഞാനിതാ അന്ന് പോലും നീച്ചിട്ട് ചേട്ടാ നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നതാണ്. മദ്രസ ഒന്നും ഇല്ലല്ലോ 2-3 ദിവസം. കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ പുറത്തേക്ക് വല്ലാതെ കളിച്ചാനും വിടൂല. അപ്പം അതൊക്കെ എന്താ പറയുക, കളിച്ചാനും വിടൂല, ഒന്നും തിന്നാനും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം നോല് നീച്ചുമ്പോൾ നേരത്തെ തന്നെ ചോറായിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറാണ് വെച്ചിരിക്കണത്. അതും കുക്കറിൽ വെച്ചാൽ എളുപ്പമാവും ചെയ്യും. നെയ്ച്ചോറ് വെക്കുമ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം വേവൊന്ന് നോക്കിയാൽ മതിയല്ലോ. ഒരു 2 വിസിൽ വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ടില്ലെങ്കിൽ കൊടുക്കുക. വെള്ളത്തിലിട്ട് പുതിർത്തിയതാണെങ്കിൽ ഒറ്റ വിസിലുകൊണ്ട് നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇനി ചോറ് റൈസ് കുക്കറിലാക്കി വെക്കുകയുണ്ടോ. കാരണം എത്ര ചൂടാണെങ്കിലും നമ്മൾ ബിരിയാണി ആയാലും നെയ്ച്ചോറാണെങ്കിലും തിന്നുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ അത് രസം വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറി ചിക്കൻ ആണല്ലോ, അതിൽ ലേശം കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതാ 3 അച്ച് ശർക്കര ഉള്ളൂ എടുത്തിട്ട്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഉരുക്കിയെടുക്കാണ്ടോ. കാരണം ഒരു കറുത്ത ശർക്കരയാണ്, ഫുള്ളായിട്ട് ശർക്കര ഇടണില്ല. ഇനി നമ്മൾ പരിപ്പും പായസമാണ് വെക്കണത്. അപ്പോൾ അതിക്ക് വേണ്ടിങ്ങാണ്ട് ഇതാ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചിട്ട് ആ പാലൊരു പാത്രത്തിലാക്കി വെച്ചിട്ടാണ്. പിന്നെ ഒരു 2 കയ്യിൽ പച്ചരി എടുത്തിട്ട് കുക്കറിൽ ഒന്ന് ഇങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ ലേശം പാലൊഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കണത്. ഇത് നമുക്ക് പായസത്തേക്ക് കൂട്ടാനാണ് കേട്ടോ. നല്ലൊന്ന് വിസിലടുപ്പിച്ചെടുക്കട്ടെ. 2-3 വിസിലടിച്ചപ്പോൾ തന്നെ പച്ചരി എല്ലാം എളുപ്പം വെന്ത് കിട്ടും ചെയ്യും. പിന്നെ അതുമല്ല നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ടുണ്ട്. അങ്ങനെ അതൊരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിനുള്ള പരിപ്പൊന്ന് വറുത്തെടുക്കണം. അപ്പം ചട്ടിക്ക് ഇതാ ലേശം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പരിപ്പൊന്നുമില്ല കേട്ടോ, എല്ലാ പരിപ്പിട്ടുങ്ങാണ്ട് വറക്കാണ്. ഞാനിവിടെ പരിപ്പ് കൊടുന്ന് വെച്ചിരുന്നു. കുറേ ആയിക്കൊണ്ട് കൊടുന്ന് വെച്ചിട്ട് പെരുന്നാൾക്ക് കൊടുന്ന് വെച്ചതാണ്. അപ്പം അങ്ങനെ ഇത് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതിന് പകുതി വറവാകുമ്പോൾ ലേശം ഇതിന് മാറ്റണം കേട്ടോ. അപ്പം ഞാനിതാ തീ പൂട്ടിയതിൻ്റെ ശേഷമാണ് നമ്മൾ പരിപ്പ് ഇതിന് 2-3-4 കയ്യിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇനി ഒരു 4 കയ്യിലും പാടുണ്ടാവും. അതൊന്നും പാടെ അങ്ങോട്ട് ചൂടാക്കി എടുക്കട്ടെ. നമുക്കിതിൻ്റെ വറവ് ശരിയാവുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെടുത്തുങ്ങാണ്ട് നമുക്ക് കടിച്ചു നോക്കിയാൽ ഒരു കടല തിന്നണ മാതിരി കറുമുറേനയിക്കാരം. അങ്ങനെ ഞാനിതും വറക്കൽ കഴിഞ്ഞ് മാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ലേശം പാടെ വെള്ളം പാർന്ന് ഒന്നും പാടെ മിക്സിയിൽ അടിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഈ ചെമ്പട്ടിക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് ഞാൻ പരിപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കടന്നിട്ട് ഇങ്ങനെ വേവട്ടെ കേട്ടോ, നല്ലോണം ഒന്ന് വേവട്ടെ. പിന്നെ പരിപ്പ് നമ്മൾ എപ്പോഴും ആദ്യം തന്നെ കഴുകരുത് കേട്ടോ, വറുത്തതിൻ്റെ ശേഷം കഴുകിയെടുക്കുക. അങ്ങനെ ഇതാ പകുതിയോളം വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇടക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മധുരം ആദ്യം തന്നെ പാർന്ന് കൊടുക്കരുത്. പാർന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ എളുപ്പം അടി പിടിച്ചുട്ടോ. പായസം അടി പിടിച്ചാൽ കങ്ങിയാൽ ഒന്നിനും പറ്റൂല. അങ്ങനെ ഞാൻ 2 കയ്യിൽ വറ്റി വേവിച്ച് വെച്ചിരുന്നു. അതും പാടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊന്നും അറുതി ഉടച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും പാടെ അങ്ങോട്ട് മിക്സ് ആവാൻ വേണ്ടിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിരുന്നു. നല്ലോണം ഒന്ന് തിളച്ചപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയത് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ ഈ പായസത്തിൻ്റെ ഇരുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല കേട്ടോ. പായസം കങ്ങിയാൽ നമുക്ക് ഒന്നിനും പറ്റൂല. ഇറച്ചിയും പായസമൊക്കെ കങ്ങിയ എന്തേ കാര്യം പറയേണ്ട ആവശ്യമില്ല. എപ്പോഴേലൊക്കെ ഒരു തെറ്റ് നമുക്ക് ആർക്കും പറ്റില്ല. അങ്ങനെ ഇതാ ഏകദേശം തള ആയതിൻ്റെ ശേഷം ഞാനിതാ ഒരു പാത്രം പാലവിടെ എടുത്ത് വെച്ചിരുന്നു. അതാണ് ടൊപ്പ പാർന്ന് കൊടുക്കുന്നത്. ഇനി ഇതിൽ കടന്ന് നല്ലോണം ഒന്നും ഇങ്ങോട്ട് കുറുകിയതിൻ്റെ ശേഷം നമുക്ക് മാങ്ങാൻ നേരത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇളക്കിങ്ങാണ്ടിരിക്കുകയാണ്. അപ്പം ശർക്കര മാത്രം ആയാൽ ശരിയാവില്ല, ലേശം പഞ്ചസാരയും പാടെ കൂട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ശർക്കര ഒന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2-3 ശർക്കര നല്ല കറുത്ത ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ആ കുത്ത് കാണിക്കണേനാണ്. ലേശം ശർക്കരയും കൂട്ടുക, ലേശം പഞ്ചസാരയും കൂട്ടുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ആ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഏലക്കായ് പൊടിച്ചതുണ്ടായിരുന്നു, അതും ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസം കൂടാൻ വേണ്ടി ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പായസം വാങ്ങി വെക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ വല്ലാതെ തിളക്കാൻ പറ്റൂല. ഒരു ചെറിയ തള വരുവോളം നിർത്തിയാൽ മതി. പിന്നെ അതുമല്ല ഇത് ചൂടാറുമ്പോൾ നമ്മളെ പായസം നല്ല കുറുകിങ്ങാണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ വെള്ളം പോലെയാണ്. പിന്നെ ചൂടാറുമ്പോഴാണ് ഈ പായസം കൊണ്ട് കുറുകി വരുള്ളൂ. അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ആക്കിയിട്ട് ഇനി നമുക്ക് അതിൽ ലേശം നെയ്യ് പാർന്നിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ്. മുന്തിരി ചേർക്കണില്ല കേട്ടോ.
പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുക. അപ്പം തേങ്ങയൊക്കെ ഇനി ഉടച്ചുണ്ടാക്കിയിട്ട് വേണം. അപ്പം ഞാൻ തേങ്ങ ചേർക്കണില്ല, വെറും അണ്ടിപ്പരിപ്പ് ഇതാ വറുക്കാൻ പൊളിച്ചങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കോരിങ്ങാണ്ടല്ല, ഇത് അങ്ങനെ അങ്ങോട്ട് നമ്മൾ ചെമ്പട്ടിക്ക് ഒഴിച്ച് കൊടുക്കാണ്ട് ചെയ്യണത്. നെയ്യുള്ളത് നല്ലതാണല്ലോ, അത് നാടൻ പശു നെയ്യാണ്. അപ്പോൾ അതാ അതിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഇളക്കിയിട്ട് നമ്മൾ അമ്പൊന്നും ഇങ്ങോട്ട് മൂടി വെച്ചാലുണ്ടല്ലോ അത് നല്ല രസമാണ് കേട്ടോ. നല്ലോണം ചൂടാറണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്നിട്ട് തിളപ്പിച്ച്. അപ്പം ഞാൻ ഒന്നും പാടെ വല്ലാതെ ഇങ്ങോട്ട് വെട്ടി തിളച്ചില്ലെങ്കിൽ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചൂടാറിയിട്ട് കാണിച്ചു തരാം. പിന്നെ അതെല്ലാം ചൂടോടുക്കൻ അടച്ച് വെക്കാതിരിക്കുക, അതാണ് കേട്ടോ നല്ലത്. ചൂടോടുക്കൻ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിയർപ്പൊക്കെ കറങ്ങാണ്ട് കുറുകാനൊരു പ്രയാസമായി കാരണം. അപ്പം തുറന്ന് വെക്കുക. ഇനി അടച്ച് വെക്കുകയാണെങ്കിലും നമ്മൾ എന്താ വെച്ചാൽ ഓട്ടല്ലേ, ഓട്ടക്കൊട്ടല്ലേ, അതുകൊണ്ട് അടച്ച് വെച്ചാൽ പിന്നെ എന്താ വെച്ചാൽ അതിക്കൊന്നും ചാടൂല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ കണ്ടില്ല നമ്മളെ പായസമൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ വല്ലാത്ത സന്തോഷം കേട്ടോ. നീച്ച് വന്നപ്പോൾ തന്നെ എന്താ ചായക്കടി, എന്താ ചോറ്റിക്ക് കൂട്ടാനെന്നൊക്കെ ചോദിക്കൽ. അപ്പം എല്ലാതും ഇതൊക്കെ കണ്ടപ്പോൾ അമ്മക്ക് ഇന്ന് എന്ത് തോന്നി എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പം നമ്മളെ പായസമൊക്കെ മക്കൾക്ക് നല്ല ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ വീഡിയോ ഒത്തരയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കണം. എന്നാലാണ് ആ തെറ്റ് എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ ആ തേങ്ങാപ്പാൽ പീഞ്ഞ പാത്രത്തിൽ തന്നെ അതാ മക്കൾക്ക് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.